ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഒരുപാട് നാളായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. ഇന്ന് ഞാൻ ഒരു ഷാഹി പനീർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഷാഹി പനീറിന് വേണ്ടുന്നത് ഞാനിപ്പോൾ ഒരു 1/2 കിലോ പനീറാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 തക്കാളി, പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉണക്കമുളക്, പിന്നെ വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി. ഇത് നമുക്ക് പേസ്റ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നത് ഇതൊരു 1/2 കിലോ പനീറുണ്ട്. പിന്നെ അത് അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം അരച്ചെടുത്ത് കൊണ്ടുവരാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് ഈ സവാള വേറെ ആയിട്ട് അരയ്ക്കണം. പിന്നെ ഈ തക്കാളിയും ചുമന്ന മുളകും കൂടി സെപ്പറേറ്റ് വേറെ അരയ്ക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേറെയാണ് അരച്ചെടുക്കാനുള്ളത്. പിന്നെ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് തൈര് വേണം, കുറച്ച് പാലിൻ്റെ പാട, അല്ലെന്നുണ്ടെങ്കിൽ മലായി നമുക്ക് വാങ്ങിക്കാൻ കടകളിലൊക്കെ കിട്ടും, അത് വേണം, കുറച്ച് തൈര്. ബാക്കി മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മളെ ഗരം മസാല, അതൊക്കെയാണ് വേണ്ടുന്നത്. ലാസ്റ്റ് കുറച്ച് കസൂരി മേഥി വേണം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. നമുക്കപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒരു തരിതരി ഇല്ലാതെ എല്ലാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് കൊടുക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ അല്ല, ടേസ്റ്റ് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ യഥാർത്ഥ ഒരു ഇത് കിട്ടണം, ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒന്നിനും തരിതരിപ്പ് പാടില്ല. ഇതെല്ലാം നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യ് മതി. നിങ്ങൾ വിചാരിക്കും ഒരുപാട് നെയ്യൊക്കെ എടുത്ത് ഹെവി ആയി പോകുന്നത്. നെയ്യൊന്നും ഒരുപാട് നെയ്യൊന്നും വേണ്ട, കുറച്ച് നെയ്യ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നെയ്യാണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പാലിൽ നിന്ന് എങ്ങനെയാണ് നെയ്യ് വേർതിരിക്കുന്നതെന്നുള്ള വീഡിയോ ഇപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ഇപ്പോൾ പാല് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് പാല് വേണമല്ലോ. അപ്പം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ ഉള്ളി വഴന്ന് കിട്ടാനുള്ള നെയ്യ് അത്രയും മതി. ഇത്ര നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. ഈ നെയ്യ് നല്ലതായിട്ട് ചൂടാകുമ്പോൾ ഇതിനകത്ത് കുറച്ച് ജീരകം, ഇത്രയും മതി. കടുക് വറുക്കുന്നതിന് പകരം നമ്മൾ ജീരകമാണ് ഇടുന്നത്. ജീരകം ഇട്ടു. ഇതാ 2-3 ഗ്രാമ്പു, വലിയ ഏലക്കയാണ് ഇത്. ഇതൊന്ന് തല്ലിയിട്ട് കൊടുക്കാം ചെറുതായിട്ട്. ഇതാ ഞാനൊന്ന് തല്ലിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 എണ്ണം എടുക്കാം. ഇതെല്ലാം കൂടി ആയി വരുമ്പോഴത്തേന് നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളി നല്ലതായിട്ട് ഇത് വഴറ്റി ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റി വരണം. അപ്പം നമുക്ക് അത് ചെയ്യാം. അതിനുശേഷം ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പാലിൽ നിന്ന് എങ്ങനെയാണ് വെണ്ണ എടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് കാണിക്കണേ. ഇത് ഇന്നലെ ഞാൻ ചൂടാക്കിയ പാലാണ്. ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ചൂടാക്കി ഞാൻ രാത്രിയാകുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. പിന്നെ ഞാനത് ഇന്ന് വൈകിട്ടേ എടുക്കത്തുള്ളൂ. അപ്പോഴത്തേനും അതിനകത്തുനിന്നതാ ഇത് കണ്ടോ, ഇത്രയും കട്ടിക്ക് നല്ല നെയ്യ് കിട്ടും. ഇപ്പോൾ കുറച്ച് പൊട്ടിപ്പോയി, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അരിപ്പ് വെച്ചിട്ട് അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല പാട പോലെ വരും. എന്നിട്ട് ഇത് ഞാൻ എടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഒരു ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും, ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഒരു 250 നെയ്യ്ക്ക് വേണ്ടിയിട്ടുള്ള പാടയാവും. അപ്പോൾ ഞാനത് എടുത്ത് നെയ്യ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ഞാനത് നെയ്യ് ഉണ്ടാക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് എരുമപ്പാലായതുകൊണ്ടാണ് ഇത്രയും കട്ടിയുള്ള പാട കിട്ടുന്നത്. പശുവിൻ്റെ പാലിന് ചിലപ്പോൾ ഇത്രയും കട്ടിയുള്ളത് കാണത്തില്ല. ഇത് എരുമയുടെ പാലാണേ.
അപ്പോൾ ദാ ഉള്ളി വഴന്ന് വന്ന് ഈ ഒരു കളർ ആകുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നത് അത് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്താണ് അരച്ചെടുത്തേക്കുന്നത്. ഇതിനകത്ത് തരി ഒട്ടും വരാൻ പാടില്ല. ഇതൊന്ന് പച്ചമണം മാറട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് നമ്മൾ നേരത്തെ എടുത്ത് അരച്ച് വെച്ചില്ലേ, അത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം അരച്ച് വെച്ചിട്ട് അപ്പം അതിൻ്റെ ഇതെല്ലാം തൊത്തെല്ലാം അടുക്കി അരപ്പെല്ലാം അങ്ങ് അടിയിൽ പോയിട്ട് വെള്ളം മാത്രം തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറണം. അപ്പോൾ അതുവരെ ആ പച്ചമണം മാറി ഇതിൻ്റെ എല്ലാം വെള്ളം പാകത്തിന് വറ്റി വരട്ടെ. അതിനുശേഷം അടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നാലേ യഥാർത്ഥ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക്. ഇത് നമ്മുടെ ഒരു നാടൻ സ്റ്റൈൽ, അതായത് ഒരു ഇവിടുത്തെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദിക്കാരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയമായിട്ടുള്ള ഒരു ഷാഹി പനീർ കിട്ടത്തുള്ളൂ, ഒരു നാടൻ സ്റ്റൈലിൽ. അപ്പോൾ അതിന് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരണം. ഇതിൻ്റെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് അടുത്തത് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളിയും ഉണക്ക മുളകും കൂടെ നമ്മൾ ചുമന്ന മുളകും കൂടി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കണം അതിനകത്തോട്ട്. അപ്പോൾ ഇതാ ഏകദേശം ഒരു കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നല്ല മഷി പോലെ അരച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ അരയ്ക്കണം. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തക്കാളി ചേർത്തതിന് ശേഷം ഞാൻ ചെറിയ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി, ഇത് അത്യാവശ്യം എരിയുള്ളതാണേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഈ സ്പൂണിന് 2 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇത് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഒരു കരണ്ടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ എടുത്തു തരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് പാകപ്പിഴകളൊക്കെ വന്ന് കാണും, അത് ക്ഷമിക്കണേ. അപ്പോൾ ഇതാ തൈരും മല്ലിപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. അത് നമുക്ക് ഇത് വേർപെട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ തൈര് വേറെ ഇതായിപ്പോകും, പിരിഞ്ഞ പാല് പോലെ ആയിപ്പോകത്തില്ലേ. അപ്പോൾ അത് കണക്കാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു നെയ്യ് നമ്മൾ ഒഴിച്ചത് ഇങ്ങനെ തെളിഞ്ഞ് വരണം. അതുവരെ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ നോക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാവൂ. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രൈ ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആ കുറച്ച് നെയ്യെല്ലാം കുറച്ച് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാലിൻ്റെ പാട നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ കൂടെ നേരത്തെ എടുത്തു വെച്ചേക്കുന്നത് കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ പാലിൻ്റെ പാട എടുത്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുത്തത്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ നെയ്യെല്ലാം തെളിഞ്ഞ് വരണം നല്ലതായിട്ട്. ഇത് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഫ്രഷ് ക്രീം തന്നെയാണ്. ഇതിൻ്റെ ഇത് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആ ഇത് കുമിളകൾ ഇങ്ങനെ തെറിച്ച് കൈയെല്ലാം വീണ് പൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് അടച്ചു വെച്ചു, അതിൻ്റെ അത് വീടിൻ്റെ പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് അതാകട്ടെ, ഒന്ന് അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ്. ഇവിടെ എല്ലാം തെറിച്ച് എൻ്റെ കയ്യിലൊക്കെ വീണിട്ടുണ്ട്. എന്നാലും ഞാനൊരു 3-4 പ്രാവശ്യം ഇത് ഇളക്കി കൊടുത്തു. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടതുകൊണ്ടേ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലും ഗ്യാസൊക്കെ ചീത്തയായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി അത് നെയ്യൊക്കെ ഒന്നും കൂടി തെളിഞ്ഞ് വരാനുണ്ട്. അതാ ഇതിൻ്റെ നെയ്യെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനകത്ത് ഗ്രേവി കുറവാണ്. അപ്പം കുറച്ച് പാലും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളം മിക്സ് ചെയ്യരുത്. ഇത് നമ്മുടെ ഒരു ഡാബ സ്റ്റൈല് ഷാഹി പനീറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം മിക്സ് ചെയ്യരുത്. അത് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇതുവരെ ഞാൻ പനീർ മിക്സ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേനും പനീർ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പനീർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് അത്യാവശ്യം ഇതൊന്ന് പറ്റി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടും. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നമ്മുടെ ഫൈനൽ സ്റ്റേജ്, കറിയുടെ ഫൈനൽ സ്റ്റേജ് ഏകദേശം എത്താറായി. കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അത് ഞാനെടുത്ത് ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒക്കെ തിരുമ്മി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നെയ്യെല്ലാം നല്ലതായിട്ട് തിളച്ച് നല്ലതായിട്ട് തെളിഞ്ഞ് നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് തെളിച്ച് ആ നെയ്യെല്ലാം എൻ്റെ പുറത്ത് തെറിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് അധികം മിക്സ് ചെയ്യണം, ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് പനീറും അതെല്ലാം മസാലയെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഷാഹി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷാഹി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരാളോട് ചോദിച്ചു നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ മോൻ വന്നിട്ടുണ്ട്, അപ്പോൾ അവനോട് ചോദിക്കാമേ. എങ്ങനെ ഉണ്ടടാ? കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞേ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റുകൾ അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.